സ്വാമിജി ഓ എന്താണ് ഞാൻ അവിടെ ഉണ്ട്. പരിപാടി ഇവിടെ നമ്മളെ രണ്ട് വീരന്മാരും ഇവിടെ ഉണ്ട്. നമ്മുടെ കുഞ്ഞൂട്ടനും പിന്നെ നമ്മുടെ ഒരു കറുപ്പാച്ചിയും. മനസ്സിലായില്ല ഇതൊന്നും പറയുന്നത്. കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത് സ്വർണ്ണനാഗം. പാമ്പിനെ പറ്റി പറയാം. അതെ തന്നെ അതെ തന്നെ നമ്മളെ മക്കളെ പോലെയാണ്. പിന്നെ വേറെ ഉള്ളത് വേറെ കറുപ്പാച്ചി ഉണ്ട്. അതും പാമ്പാണ്. ഒരു കരുനാഗം ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്നത്. ശരിക്കും അവരെ താമസം ഇതിനകത്താണ്. രാത്രിയും പകലും അല്ലാതെ ഒരു 7:30 മണിയൊക്കെ ആകുമ്പോ ആള് സഞ്ചാരം ഇല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് പയ്യെ പോയി തീറ്റയൊക്കെ തേടിയിട്ട് വന്ന് ഇവിടെ താമസിച്ചോളും. സ്വാമിക്ക് പേടിയൊന്നുമില്ല, കടിക്കും അങ്ങനെ ഉപദ്രവിക്കൊന്നും പേടിയില്ല. അവരെ കടിക്കാൻ ചെല്ലായിരുന്നാ മതി നമ്മള്. അപ്പൊ ഇത് വീട്ടിലകത്ത് കയറി വരത്തില്ലേ? വീട്ടിനകത്ത് ഇവിടെ കയറി വന്നല്ലോ. ഇവിടെ വന്ന് അത് പോട്ട് ഇതെന്ത് ഡ്രസ് എന്തോ ഈ സ്റ്റൈല്? ഇതോ ഇതൊക്കെ എന്തോ പറയേണ്ടത്. അഹോരികളല്ലേ നമ്മള്. ഓ അല്ല, സാധാരണ സ്വാമിമാർ കാവ്യം കവിയൊക്കെ കൊടുക്കുന്നത്. നമുക്ക് പാമ്പിനെ പറ്റി ചോദിക്കാം. എവിടെ കണ്ടിരുന്ന പാമ്പ് കണ്ട ഇതിനകത്താണ്. പാമ്പ് ഇപ്പൊ 3-4 ദിവസം മുമ്പ് വന്നത്. ഇതിനകത്ത് കയറി വന്ന് കർട്ടന്റെ ഇടയിൽ വന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാൻ ഇങ്ങനെ ഒന്ന് ആടുന്നു. അപ്പൊ 2 തട്ടൊക്കെ തട്ടി കുഞ്ഞുട്ടാങ്ങ് പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. ഒരു ശല്യവും ഇല്ല. നമ്മൾ ശല്യപ്പെടുത്താതിരുന്നാൽ മതി. അവർക്ക് ഒരു ശല്യവും ഇല്ല. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. സത്യം തന്നെയാണ്. സ്വർണത്തിന്റെ കളറാണ്. കളർ വന്നിട്ട് അതിൽ നമ്മളിപ്പോ എന്താ പറയുക രൂപകൽപ്പനയൊക്കെ ചെയ്യൂലേ, അതേപോലെ നമ്മളിപ്പോ ഒന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, അതേപോലെ ഇരിക്കും സംഭവം. നമ്മളിങ്ങനെ ഭക്തി വരുത്തി കഴിഞ്ഞാൽ ഇതൊരു കുഞ്ഞാണ്. അതാണ് കുഞ്ഞുകുട്ടാണെന്ന് വിളിക്കുന്നത്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ നിന്ന് ഇവിടെ നിങ്ങൾ നിൽക്കുന്നിടത്താണ്. മനസ്സിലാവുന്നുണ്ടോ അവർക്ക്? അതെ അവര് നമ്മളെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കുന്ന കണക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുറെ നേരം നോക്കിയിട്ട് അവരങ്ങ് പോകും. അവരങ്ങ് പോകും. എന്നിട്ട് മിക്കവാറും ഇവിടെ തന്നെ കാണും. ഇവിടെ ഉണ്ട്. അവര് നല്ലതല്ലേ ഇവിടെ ഉള്ളത്. പാമ്പുകളാണ് കൂട്ട്. പാമ്പുകളാണ് കൂട്ട്. മനുഷ്യരെക്കാട്ടിയും നല്ലത് പാമ്പാണ്. ഒന്നുമില്ല. അവര് വന്നിട്ട് പോകും. പിന്നെ നാഗത്തറയാണിത്. അപ്പൊ നാഗങ്ങള് നമ്മള് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാൻ വേറെ ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ സാധാരണ കാവ്യ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇതെന്ത് ലങ്കോട്ടി കൊടുത്തുണ്ട്? അഹോരമൂർത്തി ലങ്കോട്ടി കൊടുത്താണ് നിൽക്കുന്നത് യഥാർത്ഥമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ മൂർത്തി ആയി കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മൾ ചെയ്യണമെന്നാണ്. എന്നും പറഞ്ഞ് നമ്മളെ എല്ലാം അഴുക സ്വഭാവം കാണിക്കണമെന്നല്ല. മനുഷ്യർക്ക് കൊള്ളാമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഭഗവാൻ നല്ലത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ നല്ല സ്വഭാവം മാത്രമേ നമ്മൾ ഒരുപാട് ആൾക്കാർ കളിയാക്കത്തില്ലേ? ഇങ്ങനെ കളിയാക്കലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ അവരിപ്പോ കളിയായിക്കോട്ടെ, നമുക്കതൊന്നൊരു വിഷയമല്ല. അവർക്ക് ഇപ്പൊ കളിയാക്കാൻ തോന്നി, അവരെ മനസ്സുകൊണ്ട് കളിയാക്കി ചിരിച്ചിട്ട് അവർക്കൊരു മനസ്സിന് റിലീഫ് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സ്വാമിക്ക് പക്ഷെ ഇതൊന്നും ബാധിക്കത്തില്ല. എനിക്കെന്തിനു ബാധിക്കാൻ? എനിക്ക് ഇതൊക്കെ കാണുമ്പോ ചിരിയാണ് വരുന്നത്. അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് അവന്റെ ശരീരവും എന്റെ ശരീരവും അവരുടെ ശരീരമൊക്കെ നമ്മൾ ഒന്ന് തന്നെയാണ്. ഞാൻ പിന്നെ അറിഞ്ഞു വന്നതിനാ അറിയാമോ? അങ്ങ് ഇപ്പൊ ആത്മാക്കളോടൊപ്പമാണ് ജീവിക്കുന്നത് അല്ലേ? കൂടുതലും ഭൂതം പ്രേതമാണ് ഇവിടെ അങ്ങയുടെ കൂട്ടുകാര്. അതെ, നമ്മൾ പേടിക്കുന്ന സാധനം. അതെ, മനുഷ്യര് പേടിക്കുന്ന സാധനമാണ് നമ്മുടെ കൂട്ടുകാര്. അതെ. എത്ര ബാധ ഇറക്കിയിട്ടുണ്ട് ഇതുവരെ? അതിപ്പോ എന്നായിരുന്നാലും ഒരു 10-55 പോയി കാണുമായിരിക്കും. കരിങ്കാളി ഇറങ്ങിയിട്ടുണ്ട്. കരിങ്കാളിയൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ഇതാണ്. അതുപോലെ തന്നെ രക്തചാമുണ്ടി, അതുപോലെ തന്നെ പിന്നെ ഈ വാർത്താളി, മറുത, പിന്നെ യക്ഷി, പിന്നെ അതുപോലെ തന്നെ എന്താ പറയണത് ഈ ഭഗവതി തന്നെ. അതായത് ഇപ്പൊ പരമശിവനെ പോലും ശൂലം കൊണ്ട് ചെയ്ത് വിടുന്നുണ്ട്. പരമശിവനെ പോലും ദുഷ്ടദേവനാക്കി നിർത്തിക്കൊണ്ട് ദുഷ്ടത ചെയ്യുന്നു. ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞില്ലേ പാമ്പുമേ കാളി, അതാണ് ഇന്ന് നമ്മള് ഒരാളെ ഇറക്കിയത്. അപ്പൊ അതൊക്കെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രീതികളൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ, ഇറക്കുന്ന രീതികൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പേടിച്ചു പോകും. കാരണം അങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം ഈ വായിക്കൂടെ ഞാളുവ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിറയെ വരും. നിറയെ വന്നിട്ട് ഇങ്ങനെ തുപ്പാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അങ്ങനെയൊക്കെയുള്ള പല രീതിയുണ്ട്. ഇന്നതാണെന്ന് പിടികിട്ടും. അതിപ്പോ അയാൾ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. ഈ ജിന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോകല്ലേ? ജിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ പുറത്തൊന്നും അതൊന്നും ഒന്നുമല്ല. പിന്നെ ഈ ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിന്ന് വരണ സമയത്ത് ഇപ്പൊ എന്നെ പണ്ടൊരാൾ എന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്തപ്പോഴത്തേക്ക് നമ്മളിവിടെ പൂജയ്ക്ക് ഇന്നപ്പോഴത്തേക്ക് കാണാം 2-3 പ്രാവശ്യം ഒരു വണ്ട് ഇങ്ങനെ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നാഗപൂജയ്ക്ക് വരുമ്പോഴത്തേക്ക് ഭഗവാന്റെ അടുത്ത് മാത്രം വരില്ല, ഭദ്രകാളിയുടെ അടുത്ത് വരുന്നത്. നേരത്തെ ഭദ്രകാളി ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. അത് വരുമ്പോൾ ഇങ്ങനെ
എന്നെ ഇങ്ങനെ വന്ന് മുഖത്തടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പച്ച വണ്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറെ സ്ഥലങ്ങൾ, അതിപ്പോൾ ഞാൻ പറയുന്നില്ല, വേറെ സ്ഥലത്തു നിന്നാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നടുത്തു നിന്നാണ് വന്നത്, ഇങ്ങോട്ട് അയച്ചതാണ്. ഇതിനെ പിടിച്ച് നമ്മളത് വേണ്ടുന്ന രീതിയിലിട്ട് സംസ്കരിച്ചങ്ങ് വിടുക. അപ്പൊ അത് ഞാൻ വിട്ട് കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു അതിന്റെ രീതികളൊക്കെ അറിഞ്ഞു. സാധാരണ സ്വാമിമാർക്ക് ഇതിൽ ഒരുപാട് വ്യത്യസ്തമാണ് അങ്ങയുടെ ജീവിതം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കായികമായിട്ട് തന്നെ നേരിടാൻ പറ്റുന്ന ബോഡി ഷേപ്പാണ്. അല്ലേ? അതെ, നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക. എന്ത് അടിയിലൊക്കെ പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. കരാട്ടക്കാരനാണ്. ഇതൊക്കെ പഠിച്ചിടയ്ക്ക് അതൊക്കെ ഒരു ചെറുതിലേ പഠിച്ചതാ. നമ്മളെ വീട്ടിന്റെ അടുത്ത് ഒരാളുണ്ടായിരുന്നു, ഒക്കിനാവോ കോയിഞ്ചി കരാട്ടെ എന്നും പറഞ്ഞു എന്നുള്ളത് മാർഷൽ ആർട്സ് ഉണ്ടായിരുന്നു. അത് പുള്ളി മലേഷ്യയിൽ പോയി പഠിച്ചിട്ട് വന്ന ആളായിരുന്നു. സാധാരണ സ്വാമിമാർക്ക് ഇതൊന്നും അറിയത്തില്ല. അടി കൊണ്ട് ചെള്ളക്കടി കൊണ്ട് തിരിച്ചു പോകത്തല്ലേ ഉള്ളൂ. തിരിച്ചു പോകത്തേ ഉള്ളൂ. ഈ സമയം കിട്ടത്തില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ കാലഘട്ടം അല്ല. ഈ പണ്ടുള്ള കാലഘട്ടം നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവൊക്കെ താമസിച്ചിരുന്ന കാലത്ത് അവരൊക്കെ ഗുരുവായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ഒരു ഭവ്യതയോടെ നിൽക്കുമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ സ്വാമിമാരിലും ഇപ്പൊ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മനുഷ്യർ ഡിഫറെന്റ് ആയി പോകും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർ ഈ കുറെ കമന്റുകൾ ഇങ്ങനെ ഇടുന്നത്. നല്ല കാലത്തായിരുന്നെങ്കിൽ അവർ ഈ കമന്റുകളൊന്നും ഇടത്തില്ല. ഒരുപാട് ചീത്തകൾ എന്തെങ്കിലും ഈ വന്ന കാലത്ത് സോഷ്യൽ മീഡിയ സജീവമാണല്ലോ. ചീത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് സമയം എന്ത് ചിന്തിക്കുന്നത്? ഞാൻ ഒരു പ്രാവശ്യം കൊണ്ട് നോക്കിയിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നോക്കി കുറേ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് എപ്പോഴും പറയുന്ന വാക്കുകളൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. നമ്മളിതൊന്നും ഏക്കത്തില്ല. പിന്നെ വേറെ കാര്യം എന്നെ ആകർഷിച്ചതേ, ഇവിടെ ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ സ്വാമിയുടെ കൈ പതിയാത്ത ഒരു സാധനം പോലും, ഈ ക്ഷേത്രം പോലും അല്ലെ ഈ കല്ല് പോലും അല്ലെ, ഈ കല്ലൊക്കെ സ്വാമി ഉണ്ടാക്കിയതാണോ? തീർച്ചയായിട്ടും. ഞാനിത് ഇവിടെ നിന്ന് നമ്മുടെ ശിവലിംഗം ഇവിടെ അടുത്തൊരു ഇതുണ്ട്, നമ്മുടെ ഈ നിലമേൽ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് പോയിട്ട് കല്ലെടുത്തോണ്ട് വന്ന് ഈ കല്ല് കട്ട് ചെയ്ത് ഗ്രൈൻഡർ വാടാക്കി എടുത്ത് കൊണ്ടുവന്ന് ചെയ്തെടുത്തതാണ്. ആദ്യം വരച്ചിട്ട് അതിന്റെ രൂപകൽപ്പന ചെയ്തു. കുറച്ച് നമുക്ക് ഒത്തിരി പാടുണ്ട്. ഇതോ ഈ ക്ഷേത്രം ഇതെല്ലാം ഞാനാണ് ചെയ്തത്. ചെയ്ത് നേരത്തെ നമ്മളെ കൂടെ ഒരാളുണ്ടായിരുന്നു, ആളും കൂടെയാണ് നമ്മൾ രണ്ടുപേരും കൂടെയാണ് ചെയ്തത്. എന്നിട്ട് ഇത് ഇവിടെ ആശ്വസനാവോ, ഇരിക്കുവോ? അതോ ഇവിടെയാണ് പൂജ ചെയ്യുന്നത്. അതിന്റെ പീഠമാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ അത് ഹോമം ചെയ്യുന്ന എല്ലാ ദിവസവും അത് പറഞ്ഞില്ല. എല്ലാ ദിവസവും പിന്നെ ഗുരുപൂജയും ഗുരുഹോമവും അഘോരഹോമവും ഉണ്ട്. പിന്നെ സാധാരണ ബാധകളൊക്കെ ഇറക്കുന്ന സ്ഥലം അല്ലേ, ഇവിടെയാണ് ഇറക്കി വിടുന്നത്. അല്ല, ഇതിൽ ഹോമത്തിലൊന്നും ചെയ്യാറില്ല. ഇതിലിവിടെ ഇരുന്നാണ് പൂജ. അത് ഇവിടുന്ന് നമ്മള് എടുത്ത് കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. ഇല്ല, ആവാഹിച്ച് കൊടുത്ത് കലശക്കുടത്തിനകത്താക്കി കൊടുത്തു വിടും. അല്ലാതെ ഇവിടെ വെപ്പൊന്നുമില്ല. ഇവിടെ ഒരു കാര്യവും വെപ്പില്ല. എന്നിട്ട് ഇവിടെ കൊടുത്തു വിടുന്നത് അത് ഈ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ വെക്കുന്ന ഇതുണ്ട്. ഇപ്പൊ ചിലടത്ത് പള്ളികളിൽ വെക്കും, ചിലടത്ത് അമ്പലങ്ങളിൽ വെക്കും. അപ്പൊ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അത് ആ സ്ഥലങ്ങളിലേക്ക് കൊടുത്തു വിടും. ഇത് ശരിക്കും പറഞ്ഞാൽ ന്യൂജൻ സ്വാമി എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ഈ കാലഘട്ടത്തിന് പറ്റിയ സ്വാമി അല്ലേ, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ അവർക്ക് വിശേഷിക്കുക. ഞാൻ എന്നും ഭഗവാന്റെ ഒരു ദാസൻ തന്നെയാണ്. അഘോര സ്വാമി തന്നെ അഘോര ജീവിതമാണ് നയിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അഘോര ജീവിതം തന്നെയാണ് നയിക്കുന്നത്. അത് ഞാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജീവിതമാണ്. അല്ലെ, കേരളത്തിലെ അഘോര സ്വാമികൾ വളരെ കുറവ്, ആരും ഇല്ലല്ലോ. സ്വാമി മാത്രമാണ് ഇപ്പൊ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ അഘോരിയായിട്ട് കേരളത്തിൽ ആരും ഇല്ല. പിന്നെ അല്ലാതെ ശിവയോഗികളൊക്കെ ഉണ്ട്. സാധാരണ അഘോര സ്വാമികൾ കാശിയിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് താമസിക്കുന്നത്. ഈ കുഗ്രാമത്തിൽ താമസിക്കുന്ന കാരണം എന്താ? ഈ കുഗ്രാമം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാനോട് ഈ സിദ്ധി ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ, സിദ്ധി എടുക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാരണാസിയിലും അങ്ങും ഇഞ്ഞും പോകാനുള്ള കാശും അതൊന്നും എൻ്റെ ഇല്ല. അത് എങ്ങനെ ജീവിക്കണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കും. ഇവിടെ ആളെ എത്തിക്കുക, അല്ല, എനിക്ക് വേണ്ട സിദ്ധി എനിക്ക് ഇവിടെ നിന്ന് തരിക. ഞാൻ ആരെയും പോയി വിളിക്കുകയോ ഒന്നും ചെയ്യൂല. ഇവിടെ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് വിളിക്കുക. ഈ വീഡിയോക്ക് ഇറങ്ങുന്നതിന് മുമ്പും ഇവിടെ ആൾ വരുമായിരുന്നു. അപ്പോൾ ചിലപ്പോൾ അമ്പലത്തിന്റെ നടയിലൊക്കെ പോയി ഇരിക്കുകയും ചെയ്യുമായിരുന്നു, ജ്യോതിഷമൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചെയ്ത് കൊടുക്കും. അല്ലാതെ ആരെയും വിളിക്കത്തില്ല. ശരീരത്തിൽ മാറ്റങ്ങളൊക്കെ ഭഗവാൻ ശരീരത്തിൽ കയറുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് ഉണ്ടാവും. നമുക്ക് വൈബ്രേഷനും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. അതായത് ഇപ്പൊ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ നിൽക്കുന്ന ആ ഒരു മൂഡിലല്ല ഞാൻ നിൽക്കുന്നത്.
എനിക്കൊരു എനർജി കയറി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഉണ്ട് അല്ലേ? വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വൈബ്രേഷനും ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ. നമ്മൾ എന്താ പറയണത്, ഒരു പൈപ്പിനകത്തൂടെ നമ്മൾ ഇഴഞ്ഞു പോകുമ്പോഴത്തേക്ക് ഉള്ള ഒരു ഫീലിങ്സ് കണക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതിനകത്തുണ്ടാവുന്ന ആ ആവിയുടെയും ഇതെല്ലാം കൂടെ അതാണ് നമുക്ക് ഉണ്ടാകുന്നത്. പിന്നെ കുണ്ടലിനി ശക്തിയൊക്കെ ഉണർത്തിയെടുത്തു. അതിനുശേഷമാണ് പിന്നെ ഇതൊക്കെ ആയത്. അപ്പോൾ എന്തായാലും ഭൂമിയിലേക്ക് അവതരിച്ചതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യമുണ്ട്, ചുമ്മാ വരത്തില്ല എന്തായാലും. ഇല്ല, ലോകോപകാരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമി എങ്ങനെ ജീവിച്ചു അതിൻ്റെ കുറച്ചെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്ത് അതിന് കുറച്ച് വ്യക്തമാക്കി പറയാം, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവരൊക്കെ ചെയ്ത അതേ പാറ്റേൺ തന്നെ? അതേ പാറ്റേൺ തന്നെ ചെയ്യുക. പിന്നെ അഹോരമൂർത്തിയായിട്ട് ജീവിക്കുക. ഇവിടെ തന്നെ കാണും അല്ലേ? കാശിയിലും പോകത്തില്ല, ഉത്തർപ്രദേശിലും ഒന്നും പോകത്തില്ല. പിന്നെ അല്ലാതെയൊക്കെ പോകാറുണ്ട് ഞാൻ. എങ്ങും പോയി അധിക നാളൊന്നും നിൽക്കാറില്ല. കാരണം എനിക്കിവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൂജയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ പൂജയുള്ള ദിവസങ്ങളിൽ തുറക്കാറില്ല. രാവിലെ പൂജ കൊടുത്തിട്ട് അങ്ങ് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ പിന്നെ വെളുപ്പിനെയാവും. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ പാമ്പുകളും ആത്മാക്കളുമാണ് കൂട്ടുകാർ ഇവിടുത്തെ. തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഇവരോടാണ് സംസാരിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഭഗവാനോടാണ് എപ്പോഴും സംസാരിക്കുന്നത്, ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. അവർ ഞാനുമായിട്ട് ചില സമയങ്ങളിൽ നന്നായിട്ട് സംസാരിക്കും. പക്ഷേ ഇന്ന് ഈ കലികാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ സ്വാമിക്ക് ഭ്രാന്താണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പം.